ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതെ ക്ലിയർ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ചില മെത്തേഡുകൾ കാണിച്ചു തരാം. നിങ്ങൾ ചില കാര്യങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗിയർ കൃത്യമായിട്ട് ഇടാൻ കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ ഓരോരോ ഗിയറുകൾ മാറിയിടാനായിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ടെക്നിക്കുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ പേപ്പറിൽ നമ്മുടെ ഓരോ ഗിയറിൻ്റെയും ആ ഒരു പൊസിഷൻ അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഞാൻ ഈ ടെക്നിക്കുകൾ പറഞ്ഞു തന്നതിന് ശേഷം വണ്ടി ഓടിച്ചും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഗിയർ ലിവറിൻ്റെ മേളിലായിട്ട് ഗിയറിൻ്റെ പൊസിഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഈ ഒരു ഭാഗത്ത് ഫിഫ്ത്ത് വരും. ഇതിപ്പോൾ മാരുതി 800 ആണ്, അതുകൊണ്ട് തന്നെ ഫിഫ്ത്ത് ഗിയർ ഈ വണ്ടിക്കില്ല. എന്നാൽ പുതിയ വാഹനങ്ങൾക്ക് ഇവിടെ ഫിഫ്ത്ത് ഗിയർ വരുന്നു. ഇവിടെ റിവേഴ്സ് ഗിയർ ഉണ്ട്. നിങ്ങൾ നോക്കുക, അത് തന്നെയാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകാനായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പേപ്പർ ഒന്ന് നോക്കി മനസ്സിലാക്കുക. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയർ, റിവേഴ്സ് ഗിയർ, ഇതാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഒരു സംവിധാനം. ഇതിൻ്റെ ഈ സെൻറ്റർ പോയിന്റ് നിങ്ങൾ പൂർണ്ണമായിട്ട് നോക്കിക്കേ. ഈ ഒരു ഭാഗം ന്യൂട്രൽ ആണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ന്യൂട്രൽ ഗിയറിൽ നിന്ന് നമുക്കൊരു ഗിയറിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഈ ഒരു പൊസിഷൻ വന്നതിന് ശേഷമേ കഴിയത്തുള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് പറയും. ഇപ്പോൾ നിലവിൽ വാഹനത്തിൻ്റെ ഗിയർ ന്യൂട്രലിലാണ് കിടക്കുന്നത്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടിയിരിക്കണം. ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ന്യൂട്രൽ ഗിയറിൽ വാഹനം കിടക്കുകയാണ്. ഞാനിതേ ഗിയർ ലിവർ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിക്കുന്നു. ഗിയർ ലിവറിൽ നിന്ന് കൈവിടുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ വാഹനത്തിൻ്റെ ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനിൽ സെൻട്രലായിട്ടാണ് വന്ന് കിടക്കുന്നത്. അതായത് ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു സൈഡിലുമല്ല, ഈ ഒരു സൈഡിലുമല്ല, സെൻട്രലായിട്ടാണ് കിടക്കുന്നത്. ഇത് ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ നോക്കിക്കേ, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടുന്ന് ഞാൻ ഗിയർ ലിവർ വിട്ടു. ഇപ്പം നിങ്ങൾ നോക്കുക, വീണ്ടും ഗിയർ ലിവർ വന്ന് കിടക്കുന്നത് ഈ ന്യൂട്രൽ പോയിന്റിൻ്റെ സെൻട്രലാണ്. ഇത് ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് എപ്പോഴും നിങ്ങളുടെ ഗിയർ ലിവർ ന്യൂട്രലായി കിടക്കുമ്പോൾ ലിവറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ സെൻട്രലിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഈ സെൻട്രൽ പൊസിഷൻ ഓൾറെഡി ഗിയർ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർന്ന് വന്നിട്ട് മേളിലേക്ക് ഇട്ടാലേ ഫസ്റ്റ് ഗിയർ വീഴത്തുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സാഹചര്യങ്ങളിൽ തെറ്റത്തില്ല. അതായത് ഇപ്പോൾ ന്യൂട്രൽ സെൻട്രലായിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് ഗിയർ ലിവർ കിടക്കുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ട് ചേർക്കുന്നു, ഇതേ മേളിലേക്ക് ഇടുന്നു. ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇടാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനല്ല, മേളിലാണ് ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്നത്. ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ താഴോട്ടിടുന്നു. താഴോട്ടിട്ടതിന് ശേഷം വീണ്ടും ഗിയർ ലിവർ വിട്ടാൽ ന്യൂട്രൽ വരും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇടുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നേരെ താഴോട്ടിടുക. അതായത് ന്യൂട്രലിൽ വരുന്നു, അതിനുശേഷം സെക്കൻഡിലേക്ക് ഗിയറിലേക്ക് വീഴുന്നു. അതായത് ഇവിടം ചേർത്ത് താഴോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും കൈ അയക്കാതെ ഇടുക. അതായത് ഇങ്ങനെ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ചിട്ട് ന്യൂട്രലിൽ വരുന്നു, സെക്കൻഡിലേക്ക് വരുന്നു. ഇത് ഇങ്ങനെ തന്നെ ഓർത്തിടുക. ഇനി തേർഡിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡ് ഗിയറിൽ നിന്ന് ഇത് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ന്യൂട്രൽ ഗിയറിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് മേലിലേക്ക് പോകണം, എന്നാലേ തേർഡ് വീഴത്തുള്ളൂ. അപ്പോൾ തേർഡ് ഇടാനായിട്ടുള്ളൊരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഗിയർ ലിവർ ഒന്ന് ന്യൂട്രാക്കി കൊടുക്കുക. ഓൾറെഡി ഗിയർ ലിവർ ന്യൂട്രാക്കി കൊടുക്കുമ്പോൾ തന്നെ, അതായത് സെക്കൻഡിൽ നിന്ന് നമ്മൾ ചുമ്മാ ഒന്ന് തട്ടുമ്പോൾ തന്നെ ഗിയർ ലിവർ ന്യൂട്രൽ പോയിന്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം ഗിയർ ലിവർ ഓൾറെഡി സെൻട്രലിലാണല്ലോ, ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് മേളിലേക്കൊന്ന് തള്ളിയാൽ മതി. അങ്ങോട്ടോ ഇങ്ങോട്ടോ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. അതേ ചുമ്മാ ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇടാൻ കഴിയും. കണ്ടില്ലേ? അതായത് ഓൾറെഡി ന്യൂട്രൽ ഗിയറിൻ്റെ ഈ ഭാഗത്താണ് ഗിയർ ലിവർ കിടക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഗിയർ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് കഴിയും. ഇനി ഫോർത്തിലേക്ക് വരുമ്പോഴോ, ചുമ്മാ താഴോട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ വന്നു. ന്യൂട്രൽ വന്നതിന് ശേഷം
ന്യൂട്രലിൽ വരുമ്പോൾ ഓൾറെഡി നമ്മളുടെ ഗിയർ ലിവർ ഈ സെൻട്രലാണ് കിടക്കുന്നത്, ഇങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. ഏത് വാഹനത്തിൻ്റെ ആണെങ്കിലും ഇങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ തൊട്ട് താഴോട്ടിട്ടാൽ ഇത് 4th ഗിയർ വീഴുന്നു, കണ്ടില്ലേ? നമ്മൾ ഈസി ആയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കൈ പിടിച്ചാൽ മതി, ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചുമ്മാ താഴോട്ട് ഇട്ടാൽ മതി. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇടാൻ കഴിയും. ഇനി 5th ഗിയറിലേക്ക് പോകുമ്പോഴോ, 4th നിന്ന് 5th പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നതിന് ശേഷം, അതായത് 4th നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇടാനായിട്ട് ശ്രമിക്കേണ്ടത് ചുമ്മാ ജസ്റ്റ് മേളിലേക്ക് വന്നിട്ട് കഴിയുമ്പോൾ ഇത് ന്യൂട്രലിൻ്റെ ഈ പോയിന്റിലേക്ക് ഗിയർ ലിവർ വരുന്നു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കൈ പിടിക്കുക, ഇങ്ങനെയൊന്നും പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ നേരെ തള്ളുക, ഇങ്ങനെ തള്ളിയിട്ട് മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് 5th ഗിയറിലേക്ക് ഇടാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ, നമുക്ക് ഓൾറെഡി റിവേഴ്സിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രാക്കി കൊടുക്കുന്നു. ന്യൂട്രാക്കി കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മളുടെ ലിവർ എവിടെ വരുന്നു? ന്യൂട്രലിലെ സെൻറ്ററിൽ വരുന്നു. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് നേരെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഗിയർ വീഴും. ന്യൂട്രൽ വന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, ന്യൂട്രൽ വരുന്നു, റൈറ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, റിവേഴ്സ് ഇടുന്നു. നമുക്കിനി വാഹനം ഓടിച്ചു നോക്കാം. ഗിയർ നിങ്ങൾക്ക് തെറ്റാതിരിക്കാനായിട്ട് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. എൻ്റെ കാല് ബ്രേക്കേ വരുന്നു, ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രേക്കേ വരിക, ക്ലച്ച് ചവിട്ടി നിങ്ങൾ ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, വാഹനം സ്റ്റാർട്ടായി. ഓൾറെഡി ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്തപ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് റോൾ ആകാത്തത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഫസ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നത്, അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഗിയർ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ഒന്ന് തട്ടി കൊടുത്തു. ഇപ്പോൾ ന്യൂട്രലിലേക്ക് വന്നു, നിങ്ങൾ നോക്കുക. ഇപ്പോൾ എങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലിവർ സെൻറ്ററിലാണ്, ഇത് ഈ ഒരു ഭാഗത്താണ് ലിവർ കിടക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, മേളിലേക്ക് ഇടുന്നു. അതായത് ഇങ്ങനെ വന്നിട്ട് മേളിലേക്ക് ഇട്ടു, ഫസ്റ്റ് കൊടുത്തേ. ഇനി ഞാൻ വണ്ടി എടുക്കുകയാണ്. ക്ലച്ച് നയിച്ച് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. ഇതേ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു. ഇനി സെക്കൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചേർത്ത് താഴോട്ട് വരണം. അതായത് ചേർക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ലിവർ സെൻട്രലായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ കൈ പിടിക്കുക. അതിനുശേഷം വണ്ടിക്ക് നമ്മൾ മൂവ് ആക്കിയതിന് ശേഷം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് ഫസ്റ്റ് ഞാനിതേ മൂവ് ആക്കുന്നു. ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് താഴോട്ട് ഇട്ടു. ഇതേ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വീണു, കണ്ടില്ലേ? ചേർത്താണ് ഇട്ടത്. അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് നമുക്ക് തെറ്റാതെ വീണു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചേർത്തിടുക. അപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ബലം കൊടുക്കാൻ കഴിയും. അപ്പോൾ ചേർത്ത് തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ സെക്കൻഡിൽ വന്ന് ഇനി നമ്മൾ തേർഡിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകണം തേർഡിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക, അതെ ഈ രീതി കൈ പിടിക്കുക. അതാണ് നിങ്ങൾക്ക് എളുപ്പം. ഇങ്ങനെ പിടിച്ചിട്ട് ആക്സിലറേറ്റർ ജസ്റ്റ് കുറയ്ക്കുക. ന്യൂട്രലിലേക്ക് വന്നു, ഇത് ഇവിടുന്ന് നേരെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്ക് വീണു, കണ്ടില്ലേ? നമുക്ക് പ്രോപ്പറായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടാൻ കഴിഞ്ഞു. ഇനി തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ന്യൂട്രലിലേക്ക് വരിക, അതിനുശേഷം കൈ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഇടുക. അതെ കണ്ടില്ലേ? ഇനി ഫസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിടുക. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ചേർത്തിടാം. അതെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതേ ഫസ്റ്റ് ഗിയർ വീണു. വീണ്ടും വണ്ടി ഞാൻ മുന്നോട്ട് മൂവ് ആക്കുകയാണ്. ഇനി വീണ്ടും സെക്കൻഡ് കൊടുക്കാം. ഇങ്ങനെ കൈ പിടിക്കുക, ചേർത്ത് താഴോട്ടിടുക, സെക്കൻഡ് വീണു. ഇനി തേർഡിലേക്ക് ഇടുമ്പോൾ കൈ നേരെ തിരിഞ്ഞ് വരണം. ഈ ഒരു രീതി നിങ്ങളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ മൂവ് ആക്കുന്നു. കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നു. ഫസ്റ്റ് ഇതേ ന്യൂട്രലിലേക്ക് വരുന്നു, ഗിയർ ലിവർ കറക്റ്റ് സെൻറ്ററിലാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. തേർഡിലേക്ക് വീണു, കണ്ടില്ലേ? ഇപ്പോൾ മൂന്നാമത്തെ ഗിയർ വീണു. ഇനി ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആക്സിലേഷൻ കൊടുക്കുക, കൈ ഇങ്ങനെ തന്നെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ക്ലച്ച് ഔട്ടുക, ഇങ്ങനെ ന്യൂട്രൽ വരുന്നു, ഇവിടെ നിന്ന് നേരെ സിമ്പിളായിട്ട് താഴോട്ട് ഇട്ടാൽ മതി. ഫോർത്തിലേക്ക് വീണു. ഇനി ഫോർത്തിൽ നിന്ന് വീണ് തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ തന്നെ കൈ പിടിക്കുക, ഇങ്ങനെ തന്നെ പിടിക്കുക, മേളിലേക്ക് ഇട്ട് കൊടുക്കുക, തേർഡിലേക്ക് വീണു. അതായത് ഇവിടുന്ന് നമുക്ക് നേരെ മേളിലേക്ക് ഇടാൻ എളുപ്പമാണ്. ഇങ്ങനെ ന്യൂട്രലിൽ നിന്ന് നേരെ അങ്ങ് പോയാൽ മതി. ഇത് കണ്ടില്ലേ? ഇങ്ങനെ നേരെ പോയാൽ മതി, ഒരിടത്തോട്ടും ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ സെക്കൻഡിലേക്ക് പോകുമ്പോൾ, അതായത് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഇങ്ങനെ തിരിഞ്ഞ് വരണം. ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ന്യൂട്രാക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ചേർക്കുക. അതായത് അതിന് ഒരു കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് ഇങ്ങനെ തന്നെ വലിച്ച് ന്യൂട്രാക്കുക, ഇങ്ങനെ കൈ ചെരിച്ച് പിടിക്കുക, താഴോട്ടിടുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് വരും. അതായത് ഇങ്ങനെ ചേർന്ന് വരും. സെക്കൻഡ് ഇടുക. വീണ്ടും നമുക്ക് ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ കിട്ടുക. ഇങ്ങനെ നിങ്ങൾ ഇടാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കൂടുതൽ ബലം കൊടുക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടുമ്പോൾ എന്ത് ചെയ്യും? സെക്കൻഡിൽ നിന്ന് നേരെ തേർഡിലേക്ക് പോകും. ഫസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും സെക്കൻഡിൽ നിന്ന് നേരെ തേർഡിലേക്ക്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടാനായിട്ട് ശ്രമിക്കുക.
ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗിയറിൻ്റെ പൊസിഷനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഏതൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഗിയർ ലിവർ നമ്മൾ ന്യൂട്രൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗിയർ ലിവർ എപ്പോഴും ന്യൂട്രൽ സെൻട്രൽ പോയിന്റിലായിരിക്കും. ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ഓരോ സൈഡിലേക്കും ഗിയർ മാറ്റാനായിട്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിൽ ഓർക്കുക. അതോടൊപ്പം തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൈ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുക. കൃത്യമായിട്ട് ഓരോ ഗിയറും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാഹനം ഓടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.